സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ചാനൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന ഡാറ്റയിൽ കൃത്യത എനിക്ക് ഉറപ്പാക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഓൺലൈനിൽ നിന്നാണ് ഡാറ്റ എടുക്കുന്നത്. പലപ്പോഴും അതിനകത്ത് അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം. പക്ഷേ പരമാവധി ശ്രദ്ധിച്ചാണ് ഞാൻ ചെയ്യുന്നത്. എങ്കിൽ കൂടി അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു വിധത്തിലും എനിക്ക് അതിൻ്റെ കൃത്യത ഉറപ്പാക്കാൻ എനിക്ക് നേരിട്ടുള്ള സോഴ്സുകളില്ല. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ഡാറ്റയെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് എററുകൾ വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഡിസ്ക്ലെയിമറിൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി വായിച്ചിട്ടുണ്ടാവും. ഞാൻ സെബി രജിസ്ട്രേഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെഗുലേറ്ററി അതോറിറ്റി ആയിട്ട് രജിസ്ട്രേഷൻ ഉള്ള ഒരാളല്ല. ഞാനൊരു ട്രേഡറാണ്. ഞാൻ ട്രേഡ് ചെയ്യുന്നത് അതിൽ നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓരോ ദിവസവും ഓൺലൈനിൽ നിന്നും എടുക്കുന്ന കണ്ടൻറ്റുകളാണ് നിങ്ങൾക്കായിട്ട് വീഡിയോ രൂപത്തിൽ ഷെയർ ചെയ്യുന്നത്. ഇതിനകത്ത് എവിടെയും എന്തെങ്കിലും വാങ്ങാനോ വിൽക്കാനോ എവിടെയെങ്കിലും നിക്ഷേപം നടത്താനോ ഒന്നും തന്നെ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നില്ല. ഇനി ഈ വീഡിയോയിൽ പറയുന്ന കണക്കുകളും അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റകളും കണ്ണടച്ച് വിശ്വസിച്ചിട്ട് ഒരിക്കലും ട്രേഡിങ്ങിലേക്ക് പ്രവേശിക്കുകയും ചെയ്യരുത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അനാലിസിസ് അറിയുന്ന ആളാണെങ്കിൽ ആ രീതിയിൽ അനലൈസ് ചെയ്ത് നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രൊഫഷണൽ അഡ്വൈസറിൻ്റെയോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ധൻ്റെ സഹായം തേടിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോയി. ഈ ഡിസ്ക്ലെയിമർ വ്യക്തമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ അതല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒരു കണ്ടൻറ്റുകൾ എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിൻ്റെ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടുപോയി എന്ന ഒരു കാരണത്തിന് എനിക്കതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ട്രേഡിങ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ സാമ്പത്തിക നഷ്ടം വന്നു കഴിയുമ്പോൾ മാനസികമായിട്ടൊരു നിരാശയുണ്ടാവും. അപ്പോൾ നമുക്ക് കാരണങ്ങൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേരിലേക്ക് പഴി ചാരാൻ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ വീഡിയോ കണ്ടുപോയി എന്ന കാരണത്തിൽ നിങ്ങൾ അതിൻ്റെ കാരണക്കാരിൽ എന്നെ ഉൾപ്പെടുത്തരുത്. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇതിനകത്തൊരു ടോക്സിക് കണ്ടൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ മിസ്ഗൈഡ് ചെയ്യുന്ന കണ്ടൻറ്റ് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദയവായിട്ട് പിന്നീട് ഈ ചാനൽ കാണാതിരിക്കുക. അതേപോലെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് മാറിപ്പോവുക. കാരണം നിങ്ങൾക്ക് കംഫർട്ട് അല്ലാത്ത ഒരു മേഖലയിൽ ഒരിക്കലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോകരുത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ സഹകരണമാണ്, ഓരോരുത്തരും നിങ്ങൾ പങ്കുവയ്ക്കുന്ന ആശയങ്ങളാണ് ഇതിലൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് പ്രക്ഷേപണം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് ഡാറ്റയിലേക്ക് പോവാം. ഇന്ന് 2023 ജൂൺ 23 വെള്ളിയാഴ്ച, ഒരു വാരാന്ത്യമാണ്. ഇന്നത്തോടുകൂടി നമുക്ക് ട്രേഡിങ്ങിൽ ഇനി 2 ദിവസം അവധിയാണ്. അപ്പോൾ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയുണ്ട് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. എങ്കിൽ കൂടി ഇന്നലെ ക്ലോസ് ചെയ്തതൊരു ഡോ ജോൺസ് 4.8 പോയിൻറ്റ്സ് റെഡിലായിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് ഇന്നലെ കൊടുത്തത്. ബാക്കി S&P 500 നസ്ദാക്കൊക്കെ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ FTSE 42 പോയിന്റ് ഡൗൺ ആണ്, CSE 42 പോയിന്റാണ്, DX 186 പോയിന്റൊക്കെ ഡൗൺ ആയിട്ട് ഒരു റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ SGX നിഫ്റ്റി വളരെയധികം താഴോട്ട് വന്നിട്ടുണ്ട്. 18,800 മുകളിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ 18,690 ഇറങ്ങി വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് 18,690 ഏഷ്യൻ മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തായ്വാൻ വെയിറ്റഡ് മാത്രമാണ് 17 പോയിന്റ് ഗ്രീനിലുള്ളത്. ബാക്കി എല്ലാം തന്നെ റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റും ആ രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ക്രൂഡ് ഓയിൽ, ഗോൾഡ് റേറ്റ്, USD INR റേറ്റ് ഇതെല്ലാം ഞാൻ ഒരു പേജിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. കാരണം സമയം ലാഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ക്രൂഡ് ഓയിൽ ഇന്നലെ $71.07 ഉണ്ടായിരുന്നത് ഇന്ന് അത് കുറഞ്ഞിട്ട് $68.50 മാറിയിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ 1926.23 ഉണ്ടായിരുന്നത് കുറഞ്ഞിട്ട് 1919.14 മാറിയിട്ടുണ്ട്. അതേപോലെ USD INR റേറ്റ് ഇന്നലെ $81.95 ഉണ്ടായിരുന്നത് ഒരല്പം സ്ലിപ്പായിട്ടുണ്ട്. $82.03 വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തേക്കുള്ള ഗോൾഡ്, ക്രൂഡ്, അതേപോലെ USD INR റേറ്റുകൾ.
മേജർ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇൻഡസ് ഇന്ത്യ ബാങ്ക് മാത്രമാണ് 2% കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ശ്രീറാം ഫിനാൻസ്, SBI കാർഡ്സ്, ഹിൻഡാൽകോ, ഗ്രാസിം, ഡിവിസ് ലാബ്, COB, BPCL, അദാനി പോർട്സ്, അദാനി എന്റർപ്രൈസസ് ഇതെല്ലാം തന്നെ 2% കൂടുതൽ നഷ്ടം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് അദാനി എന്റർപ്രൈസസ് 7% നഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ BPCL 3.45% നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മേജർ മൂവ്മെൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടതാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 6263 കോടിയുടെ ബൈങ്ങും 6608 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 345 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 6694 കോടിയുടെ ബൈങ്ങും 7378 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 684 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 1029 കോടിയുടെ നിക്ഷേപം അല്ലെങ്കിൽ 1029 കോടി രൂപ മാർക്കറ്റിൽ നിന്നും പുറത്തേക്ക് പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 1 ആയിരുന്നു. അത് ഇന്ന് കുറഞ്ഞിട്ട് 0.93 ആയി. അപ്പോൾ ന്യൂട്രൽ എന്നൊരു സ്റ്റാറ്റസിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പോട്ട് 18666 ട്രേഡിംഗ് നടക്കുമ്പോൾ അവിടെ നിന്ന് 36 പോയിന്റ് മുകളിലായിട്ട് 18702 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഇനി എക്സ്പയറിക്ക് ഏതാനും ദിവസം മാത്രമേ ഉള്ളതുകൊണ്ടാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞു വരുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 0.93 ആയിരുന്നു. അത് കുറഞ്ഞിന്ന് 0.89 ആയിട്ടുണ്ട്. ന്യൂട്രൽ എന്ന ഒരു സ്റ്റാറ്റസിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. 43623 സ്പോട്ട് ട്രേഡിംഗ് നടക്കുമ്പോൾ അവിടെ നിന്ന് 57 പോയിന്റ് മുകളിലായിട്ട് 43680 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് ഇപ്പോൾ നടക്കുന്നത്. തിങ്കളാഴ്ച റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന മേജർ കമ്പനീസ് ഒന്നും തന്നെ ലിസ്റ്റ് ചെയ്തതായിട്ട് കാണുന്നില്ല. അതുപോലെ മേജർ ഈവൻറ്റ്സ് തിങ്കളാഴ്ചത്തേക്ക് ഒന്നും തന്നെ ഇവിടെ ലിസ്റ്റ് ചെയ്തതായിട്ട് കാണുന്നില്ല. മിക്കവാറും അത് ശനിയാഴ്ചയായിരിക്കും അപ്ഡേറ്റ് ആവുക. എന്തായാലും അടുത്ത വെള്ളിയാഴ്ച വരുന്ന കോർപ്പറേറ്റ് ആക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏജീസ് ലോജിസ്റ്റിക്സ് ₹1.25 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അലോ ഫ്ലൂറൈഡ് ലിമിറ്റഡ് ₹2 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ബജാജ് ഓട്ടോ ലിമിറ്റഡ് ₹140 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ബജാജ് ഫിനാൻസ് ₹30 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ബജാജ് ഫിൻ സർവീസസ് 80 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ₹13 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ ₹5.50 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ക്യാൻഫിൻ ഹോംസ് ₹2 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ദി ദേവ് പ്ലാസ്റ്റിക്സ് ഇൻഡസ്ട്രീസ് അതിൻ്റെ ഒരു ബോണസാണ് 1:10 എന്ന റേഷ്യോയിലാണ് ബോണസ് കൊടുക്കുന്നത്. അതും അടുത്ത വെള്ളിയാഴ്ച ജൂൺ 30-നാണ്. എസ്കോട്ട്സ് കുബോട്ട ലിമിറ്റഡ് ₹7 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഗ്ലാസോ മിക്ലൈൻ ഫാർമസ്യൂട്ടിക്കൽസ് ₹32 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ലാം ഇൻഡസ്ട്രീസ് ₹1.50 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഹൈടെക് കോർപ്പറേഷൻ ₹1 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ക്വാണ്ടം പേപ്പേഴ്സ് ₹3 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് ₹60 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. മംഗളം വേൾഡ് വൈഡ് 10 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. നീൽകമൽ ₹20 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ് ₹7.50 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. സോണ BLW പ്രിസിഷൻ ഫോർജിങ്സ് ₹1.53 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. സിൻജീൻ ഇൻ്റർനാഷണൽ 50 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അതേപോലെ സിൻജീൻ ഇൻ്റർനാഷണലിൻ്റെ സ്പെഷ്യൽ ഡിവിഡൻഡ് ഉണ്ട് 75 പൈസ പെർ ഷെയർ. വൈഭവ് ഗ്ലോബൽ ₹1.50 പെർ ഷെയർ കൊടുക്കുന്നുണ്ട്. വെൽസ്പൺ എൻ്റർപ്രൈസസ് ₹1 പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കമ്പനികളുടെ ഡിവിഡൻഡ് വരുന്ന ഒരു ദിവസമാണ് അടുത്ത വെള്ളിയാഴ്ച. സെക്ടറൽ ഇൻഡൈസസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാർമ, നിഫ്റ്റി IT ഈ 2 സെക്ടറുകൾ മാത്രമാണ് ഇന്ന് ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ളത്. നിഫ്റ്റി IT ഓൾമോസ്റ്റ് ഒരു ന്യൂട്രൽ പൊസിഷനിലാണ് അവസാനിച്ചിട്ടുള്ളത്. 0.05 പോയിന്റ്സിൻ്റെ മാത്രം ഒരു ഗ്രീനിലാണ് അതുള്ളത്. ബാക്കി എല്ലാ സെക്ടറുകളും റെഡിൽ തന്നെയാണ് അവസാനിച്ചിട്ടുള്ളത്. പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 18771 നിന്ന് 29 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 18741 ഇന്ന് ആരംഭിച്ചത്. 18756 ഡേ ഹൈയും 18647 ഡേ ലോയും വന്നത് വഴി 109 പോയിന്റിന് അഥവാ 0.58% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 18741 നിന്നും 76 പോയിന്റ് നഷ്ടത്തിൽ 18665 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 106 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സ് ഇന്നലെ അവസാനിച്ച 63238 നിന്നും 115 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 63124 ഇന്ന് ആരംഭിച്ചത്. 63240 ഡേ ഹൈയും 62874 ഡേ ലോയും വന്നത് വഴി 367 പോയിന്റ് അഥവാ 0.58% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 63124 നിന്നും 145 പോയിന്റ്
താഴെയായി 62,979 സെൻസെക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലെ അവസാനിച്ചതിൽ നിന്നും 260 പോയിന്റ് താഴെയായിട്ടാണ് സെൻസെക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ ബിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്ന് 2.68% വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 11.24 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 43,724 നിന്നും 83 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 43,641 ഇന്ന് ആരംഭിച്ചത്. 43,821 ഡേ ഹൈയും 43,519 ഡേ ലോയും വന്നതുവഴി 305 പോയിന്റിൻ്റെ അഥവാ 0.7% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. 43,641 ഡേ ഇന്ന് ആരംഭിച്ച 43,641 നിന്നും 19 പോയിന്റ് താഴെയായിട്ട് 43,622 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 102 പോയിന്റ് താഴെയായിട്ടാണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,594 നിന്ന് 51 പോയിന്റ് താഴെയായിട്ട് 19,543 ഇന്ന് ആരംഭിച്ചത്. 19,624 ഡേ ഹൈയും 19,488 ഡേ ലോയും വന്നതുവഴി 137 പോയിന്റിന് അഥവാ 0.7% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,543 നിന്നും 28 പോയിന്റ് താഴെയായിട്ട് 19,515 ഫിൻ നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 79 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. BSE ബാങ്ക് എക്സ് 49,453 ഇന്നലെ അവസാനിച്ചത്. അവിടെ നിന്ന് 88 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 49,365 ഇന്ന് ആരംഭിച്ചത്. 49,516 ഡേ ഹൈയും 49,236 ഡേ ലോയും വന്നതുവഴി 280 പോയിന്റ് അഥവാ 0.57% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 49,365 നിന്നും 73 പോയിന്റ് താഴെയായിട്ട് 49,292 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 161 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. മാർക്കറ്റ് മൂവ്മെൻറ്റ് അഥവാ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയത് S2-ൻ്റെ അടുത്തായിട്ട് S2-ൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് ഓപ്പണായി. അവിടെ നിന്ന് നേരെ ഇന്ന് ഡേ ലോ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ലെവലിലേക്ക് വന്നു. അവിടെ സപ്പോർട്ട് എടുത്തു തിരിച്ച് S2-ലേക്ക് തന്നെ വന്നു. അവിടെ കുറച്ച് നേരം നിന്ന് 135 അല്ലെങ്കിൽ 1 മണിക്ക് ശേഷം ഉണ്ടാകുന്ന സാധാരണ ഒരു മൂവ്മെൻറ്റിൽ ഇന്ന് ഡേ ലോ വരും എന്ന് കരുതിയിരുന്ന 18,660 ടച്ച് ചെയ്തിട്ട് അതിനടുത്തായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ഇന്ന് S1-ൻ്റെ താഴെയായിട്ട് ഓപ്പൺ ആയി. S1 ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങി വന്നു. S3-ൽ ടെസ്റ്റ് ചെയ്തു, ടച്ച് ചെയ്തു, ദെൻ സ്ട്രൈറ്റ് അപ്പ് മൂവ്മെൻ്റ് ആയിരുന്നു. പിന്നെ അതൊരു വിറങ്ങലിച്ചതുപോലെ അവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. കാര്യമായിട്ട് ഒരു മൂവ്മെൻ്റ് അതിന്ന് കൊടുത്തിട്ടില്ല. വൈകുന്നേര സെഷനിൽ മാത്രം ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടി എന്നതല്ലാതെ മറ്റൊരു മൂവ്മെൻറ്റും ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ഉണ്ടായിരുന്നില്ല. എസ്പെഷ്യലി ഓപ്ഷൻ ബയേഴ്സ് ആണെങ്കിൽ നിങ്ങൾ കെയർഫുള്ളായിട്ടിരിക്കണം. കാരണം ഇതിൽ മൂവ്മെൻറ്റ് ഇല്ലാത്ത സമയത്ത് പോയിട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. കെയർഫുള്ളായിട്ട് ചെയ്യുക. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഇന്ന് S2-ലാണ് ഓപ്പണായത്. S2-ൻ്റെ അടുത്തായിട്ട് ഓപ്പണായി. S2-ൽ ഒരു ഫസ്റ്റ് സപ്പോർട്ട് എടുത്തു. പിന്നെ S1-ലേക്ക് കയറി വന്ന് എസ്റ്റർഡേ ലോ ടെസ്റ്റ് ചെയ്തു. മുകളിലിട്ട് പോകാൻ ചെറിയൊരു ശ്രമം നടന്നില്ല. തിരിച്ചൊരൊറ്റ പോക്കായിരുന്നു താഴോട്ട്. അപ്പോൾ ഇന്ന് ഓപ്പണായതിൻ്റെ ഏകദേശം അടുത്തായിട്ട് തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സെൻസെക്സ് ഇന്ന് എക്സ്പയറി ദിവസമായിരുന്നു, എന്നിട്ട് പോലും കാര്യമായ ഒരു മൂവ്മെൻറ്റ് അതിനകത്ത് വന്നിട്ടില്ല. ഓപ്പണായത് S2-ൻ്റെ താഴെയാണ്. S3 ടെസ്റ്റ് ചെയ്തു. ഇന്ന് ഡേ ലോ വരും എന്ന് കരുതിയിരുന്ന ആ കറക്റ്റ് ലെവലൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് S2-ലേക്ക് തന്നെ വന്നു. അവിടുന്ന് ഫൈനലി S3-യുടെയും താഴെ പോയിട്ടാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഒരു ബെയറിഷ് സിഗ്നൽ തന്നെയാണ് ഇതിൽ കാണിച്ചു തരുന്നത്. ഇനി ഓവറോൾ ട്രെൻഡ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഉണ്ടായിരുന്ന നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു സംഭവം തന്നെയായിരുന്നു. ഇതൊരു ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആയിരുന്നു ഇന്നലെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ ഇവിടെ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെയായിട്ട് മറ്റൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യും. ബെയറിഷ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ മിനിഞ്ഞാന്ന് വന്ന ആ ഒരു ലോ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അടുത്തത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ പോവുകയാണെങ്കിൽ ഞാനിവിടെ 2 സാധ്യതകളാണ് പറയുന്നത്. വീഡിയോയുടെ കവർ ഫോട്ടോയിൽ വരുന്ന സംഭവങ്ങൾ, കാരണം അവിടെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാചകം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ക്യാച്ചി ആയിട്ടുള്ള വാക്കുകൾ ഡിസൈനർ എഴുതുന്നതായിരിക്കും. എന്തായാലും അതിനെ മാത്രം ബേസ് ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം പറയാതെ ഇതിനകത്ത് വരുന്നത് ഞാൻ 2 സാധ്യതകൾ എപ്പോഴും പറയുന്നുണ്ട്. ഒന്നുകിൽ ഇത് ഇവിടെ വന്ന ഒരു 18,550 ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറാം. ഈ 2 സാധ്യതകളാണ് ഞാനിവിടെ ഇന്ന്
ഇന്ന് കാണുന്നത്. അപ്പോൾ തിങ്കളാഴ്ച നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. കാരണം 2 ദിവസത്തെ അവധിയുണ്ട്. അതിനകത്ത് ന്യൂസുകളുടെ സ്വാധീനം വളരെയധികം ഉണ്ടാകും. ന്യൂസ് പല രീതിയിലും ഇൻവെസ്റ്റേഴ്സിനെ സ്വാധീനിച്ചേക്കാം. അപ്പോൾ അവർ പ്രീ മാർക്കറ്റ്, എസ്പെഷ്യലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകുമ്പോൾ പ്രീ മാർക്കറ്റ് സെഷനിലും മറ്റൊക്കെ അവർ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് ഒക്കെ വരും. അപ്പോൾ ഈ 2 സാധ്യതകളാണ് ഞാൻ തിങ്കളാഴ്ചത്തേക്ക് കാണുന്നത്. നാളെ തിങ്കളാഴ്ച ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇത് ഈ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 18,550 സപ്പോർട്ട് എടുത്തായിരിക്കും മാർക്കറ്റ് തിരിച്ചു വരുന്നത്. എന്തായാലും ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും അത് ഒരു ക്ലിയർലി ഒരു ബെയറിഷ് ആണോ ബുള്ളിഷ് ആണോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ, വളരെ നാരോ ആയിട്ടുള്ള ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് ട്രേഡിങ് നടക്കുന്നത്. സോ നിങ്ങൾക്ക് കണ്ടാൽ ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു ദിവസം വന്നത് ഇതിൻ്റെ ഹൈയോ ലോയോ കട്ട് ചെയ്യാതെ അതിനകത്ത് തന്നെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ഡോജി പോലെയുള്ള അല്ലെങ്കിൽ വലിയ അൺസർട്ടനിറ്റി വിളിച്ചു പറയുന്ന ഈ ഒരു ക്യാൻഡിൽ, കാരണം മാർക്കറ്റ് കുറേ മുകളിലോട്ട് കൊണ്ടുപോയപ്പോൾ ആൾക്കാർക്ക് എന്താ പറയുക പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അതിനെ വീണ്ടും വലിച്ച് ഒരുപാട് താഴെ കൊണ്ടുവന്നപ്പോൾ വീണ്ടും കുറേ പേര് അവിടെ ലോങ് ബിൽഡപ്പ് ചെയ്ത് വീണ്ടും തിരിച്ച് ഓപ്പൺ ആയതിൻ്റെ അതേ ഓൾമോസ്റ്റ് ആ സെയിം പൊസിഷനിൽ തന്നെ വന്നിട്ട് അതിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇതിനകത്ത് ഒന്നും പ്രതീക്ഷിക്കാതെ, അതായത് മുൻവിധി ഇല്ലാതെ കാത്തിരിക്കുന്നതാണ് നല്ലത്. ഇനി ഒന്നുകിൽ ഇവിടെ ഒരു ക്യാൻഡിൽ വരികയാണെങ്കിൽ ഫൈൻ, അല്ല താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഈ രീതിയിലായിരിക്കും വരുന്നത്. രണ്ടായാലും ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുന്നത് വരെയും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാതെ മാറി നിൽക്കാം. ദെൻ ഫിൻനിഫ്റ്റി ഒരു ബെയറിഷ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ വന്നിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ളത് ഈ ഒരു ലെവലിനെ ടെസ്റ്റ് ചെയ്യണം, അതായത് 19,429 ടെസ്റ്റ് ചെയ്യണം. അതിനുശേഷം അപ്പ് ഡൗൺ അത് തീരുമാനിക്കും. സോ തിങ്കളാഴ്ച എനിക്ക് തോന്നുന്നു മോസ്റ്റ് പ്രോബബ്ലി അത് 19,429 ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു രീതിയിലേക്ക് അങ്ങോട്ടെങ്കിലും മാറിപ്പോകും എന്ന് വിചാരിക്കുന്നു. ഇനി സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് ഇന്ന് എക്സ്പയറി ദിവസമായിരുന്നു, പക്ഷേ സ്റ്റിൽ അത് മാർക്കറ്റ് ബെയറിഷ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സോ സെൻസെക്സ് ഇറങ്ങിയ ചെറിയ ഇറക്കമൊന്നും ആയിരിക്കില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഇറങ്ങി പോകും. 1000-2000 പോയിൻ്റൊക്കെ നീങ്ങി പോകാറുണ്ട്. സോ 62,424 ടെസ്റ്റ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് തിങ്കളാഴ്ച എന്തായാലും അത് കണ്ടു നോക്കാം. ഇനി അതല്ല മാർക്കറ്റ് ഒരു ബുള്ളിഷ് മോഡലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിനെ എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ മറ്റൊരു ക്യാൻഡിൽ വന്നിട്ട് പതുക്കെ കയറി മുകളിലോട്ട് പോകും. അതെന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തേക്കുള്ളത്. ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്.